മോള് സ്കൂൾ വിട്ട് വരുമ്പോ കൂടെ ഇറങ്ങി വന്നില്ലേ ഒരു ടീച്ചർ, നല്ല ഉയരമുള്ള ടീച്ചർ. അവരെന്നെ Hi auntie. Did you see the film Messi on TV? Did you like it? Oh, that old man with long hair and big mustache was simply superb, no auntie? What is his name? My name is Kanjana. Oh no, I'm talking about that actor. മോള് വേഗം മുമ്പോട്ട് നടക്ക. He's a British actor, remember? My husband waiting. What is your husband, auntie? Husband is Sukumaran. I know that. What is he? No. No, what no? മോള് വാ, വേം വാ. Hi, Kanchi. മോളെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വരായിരുന്നു. അത് പിന്നെ കണ്ടാലറിഞ്ഞൂടെ? Hi, mom. Get me something to eat. I feel so hungry. ആദ്യം പോയി കുളിക്ക്. ഐ ആം കമ്മിങ്. കാഞ്ചി, നീ വന്നേ. ഞങ്ങളെ ആ അഡ്വക്കേറ്റിന്റെ ഭാര്യയെ പറ്റി പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. കാഞ്ചി ഇങ്ങോട്ട് വന്നപ്പോ ഒരു ചുമപ്പ് മാരുതി അങ്ങോട്ട് പോകുന്ന കണ്ടില്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിച്ചാലും കാണാൻ പറ്റൂല. ഗ്ലാസ് മുഴുവനും പേപ്പർ ഒട്ടിച്ചിരിക്കല്ലേ. ലക്ഷ്മണൻ കോൺട്രാക്ടറുടെ കാറാ അത്. അഡ്വക്കേറ്റിന്റെ ഭാര്യയെ ഡിന്നറിന് കൊണ്ടുപോവാ. കോൺട്രാക്ടറിന്റെ കയ്യിലാണെങ്കിൽ ഇഷ്ടം പോലെ കാശ്, അഡ്വക്കേറ്റിനാണെങ്കിൽ കേസില്ല. ആ സ്ത്രീ വല്ലപ്പോഴും ഒരിക്കൽ ഡിന്നർ കഴിക്കുന്നതിൽ എന്താ തെറ്റ്? തെറ്റല്ലേ? ഈ കോളനിക്കല്ലേ എന്റെ ചീത്ത പേര്? നമ്മളെ പോലെ അന്തസ്സായി ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഒരപമാനമാ സ്ത്രീ. അത് ശരിയാ. തുലു, ഇറച്ചിക്കറിക്ക് മല്ലി വറുത്തരിക്കണോ വറക്കാതിരിക്കണോ? പരുത്തരച്ചോളൂ തങ്കു. തേങ്ങാപ്പാൽ പുഴിയണം കേട്ടോ. ഓക്കേ. Come to the point. Mom, are you coming or not? ഐ ആം കമ്മിങ് ജോജോ. അവക്ക് ദേഷ്യം വന്നാലേ വല്ല ടിവിയോ മറ്റോ തല്ലിപ്പൊട്ടിച്ച് കളയും. ഞാൻ പോയിട്ട് വരട്ടെ. അഡ്വക്കേറ്റിന്റെ ഭാര്യയെ പറ്റി വേറെയും പല കഥകളുണ്ട്. ഞാൻ വന്നിട്ട് പറയാം. നല്ല പുള്ളിയാ അഡ്വക്കേറ്റിന്റെ ഭാര്യയെ കുറ്റം പറയുന്നത്. കാഞ്ചിക്കറിയോ നീ പോയ സ്ത്രീയുടെ പൂർവ്വചരിത്രം വല്ലതും? സിംഗപ്പൂരിൽ വെച്ച് ഒരു ചൈനക്കാരനെ കൊന്നേച്ച് ഓടി പോന്നതാ ഈ ജീജി. അയ്യോ, ഒറിജിനൽ പേര് ജീജി എന്നൊന്നുമല്ല, ഏലിയമ്മ. പാവം ചൈനക്കാരൻ സ്വത്തും പോയി ജീവനും പോയി. വശീകരിച്ചെടുത്തതാ. സിംഗപ്പൂരിൽ ചെന്നാലേ ഇവിടെ തൂക്കിക്കൊല്ലും. ആണോ? കൊള്ളാം. ഭർത്താവെന്ന് പറഞ്ഞ ആ കോമാളിയില്ലേ, അവൻ ബോംബെയിൽ ഏതോ ഒരു ഹോട്ടലിൽ ബോയ് ആയിരുന്നു. ഇവള് ഒളിച്ചു താമസിക്കുമ്പോ കൂടെ കൂടിയതാ. ആ ചെറുക്കന്റെ തന്ത വേറെ ആരോ. ഈശ്വര, എന്തൊക്കെയാ ഈ കേക്കണത്? അയ്യോ സുഖേട്ടൻ, ഇന്ന് കാറ് കൊണ്ടുവരാന്ന് പറഞ്ഞിരുന്നു. ആണോ? ചേച്ചി, പിന്നെ വരാം. ഞങ്ങൾ തല്ലാൻ മതി. ഇപ്പോഴോ? ഹായ്, ഇത് നമ്മുടെ കാറാണോ സുഖേട്ടാ? അയ്യോ, എനിക്ക് സന്തോഷായി. മോളെ, നമ്മുടെ കാറാ. എന്തിനാ ഗേറ്റ് തുറക്കുന്നേ? അകത്ത് കയറ്റണ്ട, കുറച്ചേരം വെളിയിൽ കിടക്കട്ടെ. നാലാള് കാണട്ടെ സുഖേട്ടാ നമ്മുടെ കാറ്. അസലായിരിക്കുന്നു. ഇനിയിപ്പൊ ഇത്തിരി മോശമായി തന്നെ എന്താ, ഒരു കാറായല്ലോ. ഈ കോളനിയിൽ നമുക്ക് തലയുയർത്തി പിടിച്ച് നടക്കാമല്ലോ. അതൊന്നും തരണ്ട. വണ്ടി അകത്ത് വേണ്ട, മേസരി ഇറങ്ങിക്കോ. ഇതിന്റെ എഞ്ചിൻ ഇപ്പം നാട്ടിൽ കിട്ടൂല. ആണോ? പിന്നെ അതുപോലെ ബോഡി തീരെ കിട്ടൂല. ഒരുമാതിരി വണ്ടിയൊന്നും മാരുതി, ഒരുമാതിരിപ്പെട്ട വണ്ടി മാരുതി ഇതിനോടൊക്കൂല. ഞങ്ങള് പുതിയ കാറ് വാങ്ങി. പുതിയതല്ല, അങ്ങനെ പറഞ്ഞാ മതി. പുതിയതോ? ഇതോ? അതെ, പുതിയ ഏത് കാറിനേക്കാളും ഉറപ്പുള്ള വണ്ടിയാ അത്. മാത്രല്ല ഇതിന്റെ ബ്രേക്ക് ചവിട്ടിയാ ചവിട്ടോർത്ത് നിൽക്കും. പിന്നെ മറ്റുള്ള വണ്ടിയൊക്കെ ഇവിടെ ബ്രേക്ക് ചവിട്ടി ആകാശത്ത് പോയിട്ട് നിൽക്ക. താൻ ഏതാ? ഈ തല്ലിപ്പൊളി വണ്ടി എഞ്ചിനീയറുടെ തലയിൽ കെട്ടിവെക്കാൻ വന്ന ബ്രോക്കർ ആയിരിക്കും. ബ്രോക്കറോ? ഞാനോ? ആരാ എഞ്ചിനീയർ? മേസ്ത്രി വണ്ടി എടുത്ത് അകത്തിടും. സാറിന് ആരെങ്കിലും ചുമ്മാ തന്നായിരിക്കും അല്ലേ? ചുമ്മാ തരേ. ഇതേത് മോഡലാണെന്ന് അറിയോ? ഏതായാലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള മോഡലായിരിക്കും. സൂക്ഷിച്ച് സംസാരിച്ചില്ല എന്റെ വിധമാറും. ആളാരാണെന്നൊന്നും ഞാൻ നോക്കൂല. മൈൻഡ് യുവർ വേർഡ്സ്, ഓക്കേ? ഒന്ന് പോയേ. ആരാ ഇയാള്? എന്നെ നിനക്ക് മനസ്സിലായിട്ടില്ലല്ലേ? ഒറ്റയടിക്ക് 14 കഷ്ണാക്കി കളയും ഞാൻ. വിരലി കൊണ്ട് സംസാരിക്കരുത്. വഴക്ക് വേണ്ട മേസ്ത്രി, ക്ഷമിച്ചുകളാ. അയാൾ കറാട്ടൊക്കെ പഠിച്ചിട്ടുള്ള ആളാ. എന്ത് കരാട്ടെ? അതാള് വീട്ടിൽ മതി. എന്നാലും ക്ഷമിച്ചുകളാ. മേസ്ത്രി വണ്ടി എടുത്ത് അകത്തിട്ട് എന്നിട്ട് കാലത്ത് വാ. എനിക്ക് ഉടനെ ഡ്രൈവിംഗ് പഠിക്കണം. അതൊക്കെ ഞാനേറ്റ്. ഈ മാതിരി ആളുകൾ നമുക്ക് പറ്റൂല.